നമസ്കാരം. പ്രധാന വാർത്താവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയാനുള്ളത് പെരുമ്പാവൂരിൽ മുനിസിപ്പൽ ഓഫീസിന് മുൻവശത്തുള്ള മായ ടാക്സ് ട്രെയിനിങ് എന്ന അക്കൗണ്ടിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ വിശേഷങ്ങളാണ്. അതിന്റെ വിശേഷങ്ങൾ പങ്കിടാൻ സ്നേഹ ഇപ്പോൾ ലൈനിലുണ്ട്. സ്നേഹ, പറയൂ, എന്തൊക്കെയാണ് മായ ടാക്സിനെ പറ്റി പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് സുജി. മായ ടാക്സിന്റെ പ്രത്യേകത പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പേര് പോലെ തന്നെ ഇവിടെ അക്കൗണ്ടിംഗ് ആണ് പഠിപ്പിക്കുന്നത്. പക്ഷേ പഠിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരുമില്ല എന്നതാണ് ആദ്യത്തെ പ്രത്യേകത. പ്രേതവും ഭൂതവുമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഭൂതവും പ്രേതവുമല്ല. നമ്മളെ പോലെ ഒരുതരം AI പോലുള്ള ടെക്നോളജിയിലാണ് പഠിപ്പിക്കുന്നത്. മായ ടാക്സ് ട്രെയിനിങ് .com എന്ന വെബ്സൈറ്റിലൂടെ ഓരോ സ്റ്റുഡൻസിനും പ്രത്യേകം കമ്പനിയുടെ ബില്ലുകളും ടാലിയും നൽകിയാണ് ട്രെയിനിങ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ സംശയങ്ങളില്ലാതെ പഠിക്കാനും കഴിയും. സംശയങ്ങൾ വന്നാൽ സൗമ്യ എന്ന ഒരു അധ്യാപക എപ്പോഴും ഓൺലൈനിലുണ്ടാകും. നിരവധി പേരാണ് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നും ഓൺലൈനിൽ പഠിക്കുന്നത്. വിദേശത്ത് നിന്നും കോഴ്സുകൾ എടുക്കുന്നുണ്ട്. ഓൺലൈനിൽ പണമടച്ചാൽ അപ്പോൾ തന്നെ ക്ലാസ്സിൽ കയറാം. പെരുമ്പാവൂരിൽ വന്നാൽ നേരിട്ട് പഠിക്കാനാകും. ഇത് ജോലിക്കുള്ള ട്രെയിനിങ് ആയതിനാൽ പഠിച്ച എല്ലാവർക്കും ജോലി വാങ്ങി നൽകുന്നുണ്ട്. പിന്നെ അടുത്ത പ്രത്യേകത ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്കും സപ്പോർട്ട് നൽകുന്നുണ്ട് എന്നതാണ്. സ്നേഹ, നമ്മൾ റോബോട്ടുകളാണെന്ന് ഇങ്ങനെ ഉറക്കെ പറയില്ലേട്ടോ. ശരി സ്നേഹ, ഇല്ല. അടുത്ത വാർത്തയിലേക്ക് പോകാം. കേരളത്തിൽ ഇലക്ഷൻ ഇല്ലാതായിട്ട് ഇന്നേക്ക് 10 വർഷം തികയുകയാണ്. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതും സ്ഥാനാർത്ഥിയാകുന്നതും ഓഫീസിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും AI ആയതോടെ കാര്യങ്ങൾ എളുപ്പമായി. എങ്കിലും പഴയ ഓർമ്മയിൽ ഇപ്പോഴും വെള്ളക്കതർ വസ്ത്രങ്ങളും മന്ത്രി എന്നെഴുതിയ വാഹനങ്ങളും പലരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരാളെ പറ്റി മുനിസിപ്പാലിറ്റിയിൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന അസിമോ റോബോട്ട് IIX പറയാനുള്ളത് കൂടി കേൾക്കാം. ഗുഡ് മോർണിംഗ് സുജി, ഞാൻ അസിമോ റോബോട്ട്. എനിക്ക് പറയാനുള്ളത് ഈ മനുഷ്യർ വളരെ അസൂയാലുക്കളാണ്. നമ്മളുടെ വരവോടെ ഇവർക്ക് പണിയില്ല എന്ന ആക്ഷേപമാണ്. പണിയില്ലാഞ്ഞിട്ടല്ല, ഇവർ പണിയെടുക്കാഞ്ഞിട്ടാണ് എന്നതാണ് സത്യം. ഇപ്പോൾ തന്നെ പെരുമ്പാവൂരിലെ മായ ടാക്സ് ട്രെയിനിങ് എത്ര വർഷമായി റോബോട്ടിക് രീതിയാക്കിയിട്ട് അവിടെ പഠിച്ച എത്ര പേർക്കാണ് ജോലിയാക്കിയത്? ഇന്നും ഒരു പഴയ മന്ത്രി എന്റെ അടുത്ത് വന്ന് തരയുകയാണ്. അവരുടെ പണി പോയി പോലും നമ്മൾ എന്ത് ചെയ്യാനാ? അയാൾ ഇപ്പോഴും ആ പഴയ വെള്ളമുണ്ടും ഷർട്ടുമിട്ടാണ് നടക്കുന്നത്. പഴയ ഓർമ്മ മറക്കാൻ കഴിയുന്നില്ലെന്ന്. ഞാൻ തന്നെ ഇവിടെ അടിച്ചു വാരുന്ന പണിയും ഫയൽ എടുക്കുന്ന പണിയും ചെയ്യുന്നുണ്ട്. മനുഷ്യർ ഇങ്ങനെ ചെയ്യുമോ? എന്നിട്ട് സെന്റിമെന്റ്സ് അടിച്ചിട്ട് എന്ത് കാര്യം? ശരി അസിമോ, ജോലി സമയത്തും പ്രതികരിച്ചതിന് വളരെ നന്ദി. റോബോട്ടുകൾ എല്ലാ മേഖലയും കൈയടക്കിയപ്പോൾ നിരവധി മേഖലയിലാണ് മനുഷ്യരുടെ പണി പോയതെന്ന സർവേ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. സർവേ പറയുന്നത് ഡ്രൈവർ, ഹോട്ടൽ ജോലിക്കാർ, പാചകക്കാർ, മാധ്യമപ്രവർത്തകർ, ഓഫീസ് അസിസ്റ്റന്റ്, സംഗീതജ്ഞർ, സിനിമ മേഖല, ബാങ്കിംഗ് മേഖല, ഹോസ്പിറ്റൽ മേഖല, രാഷ്ട്രീയം എന്ന് തുടങ്ങി നിരവധി മേഖലയിലാണ് റോബോട്ടുകൾ പണിയേറ്റെടുത്തിരിക്കുന്നത്. സർവേ പുറത്തു വന്നതോടെ മനുഷ്യർ പ്രതിഷേധവുമായി റോഡ് ഉപരോധിക്കുന്നത് പതിവായിരിക്കുകയാണ്. എന്നാൽ റോബോട്ട് പോലീസിനെ കാണുമ്പോൾ മനുഷ്യർക്ക് ഭയമായതിനാൽ ഈ സമരങ്ങളെല്ലാം പാളിപ്പോവുകയാണ്. ഇപ്പോൾ റോബോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള ആശുപത്രിയിൽ ഒരു മനുഷ്യനെ പോലും പ്രവേശിപ്പിക്കുകയില്ല എന്നതിൽ പരാതി നൽകിയിരിക്കുകയാണ് മനുഷ്യർ. റോബോട്ടുകൾക്കുള്ള പ്രോഗ്രാം ചിപ്പുകൾ മനുഷ്യരുടെ തലച്ചോറുമായി ഘടിപ്പിക്കണമെന്ന ആവശ്യമാണ് മനുഷ്യർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും പെരുമ്പാവൂരിലുള്ള മായ ടാക്സ് ട്രെയിനിങ് സെന്റർ പോലുള്ളവർ വർഷങ്ങൾക്ക് മുന്നേ റോബോട്ടുകളെ നല്ലപോലെ ഉപയോഗിച്ചു വരുന്നുണ്ട്. മായ ടാക്സ് ട്രെയിനിങ് .com എന്ന ഇവരുടെ വെബ്സൈറ്റ് വഴി അധ്യാപകരില്ലാതെ നിരവധി വിദ്യാർത്ഥികളാണ് പഠിച്ച് ജോലി നേടിയത്. കാലം മാറുമ്പോൾ കോലവും മാറണമല്ലോ. മനുഷ്യർ മാറിയില്ലെങ്കിൽ റോബോട്ടുകൾ എന്ത് ചെയ്യാനാണ്, അല്ലേ?